So I'm sitting inside the all new Volkswagen Virtus GT Plus. ഇത് നോർമൽ GT Plus ആണ്, സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കോപ്പിറ്റ് വ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ് വ്യൂ എന്ന് പറയുന്നത്. ഒരു പിയാനോ ടച്ച് ഫിനിഷിനും ഒരു റെഡ് ആംബിയൻസിലും ആണ് പോകുന്നത്. ആംബിയൻ ലൈറ്റിംഗ് ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം വിസിബിൾ അല്ല, ഡേ ടൈം ആയതുകൊണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നത് 10.25 ഇഞ്ചിൻ്റെ ആണ് വരുന്നത്. പിന്നെ നമ്മൾ കോപ്പിറ്റ് വരുവാണെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ യൂണിറ്റ് ആണ്. ജസ്റ്റ് ഇപ്പം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്, ഫുൾ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരുന്നില്ല, ബിക്കോസ് ഷോറൂമിനകത്താണ്, വണ്ടി ഓണാക്കാൻ പറ്റൂല. സ്റ്റിയറിംഗ് വീലാണ് ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, നോർമൽ സ്വിച്ചിങ്സ് ആണ് വരുന്നത്. പക്ഷേ GT Plus സ്പോർട്ടിനകത്താണ് റെഡ് ആംബിയൻസ് വരും. ഇപ്പോൾ തൊട്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ തന്നെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്, MID കൺട്രോൾസും ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. നൈസ് ടു ഹോൾഡ് ആണ്, ഒരു സ്പോർട്ടി ആംബിയൻസ് വരുന്നുണ്ട് ഈ ഒരു ലെതറിൻ്റെ പാറ്റേൺ കാരണം. നമ്മളെ ഹെഡ്ലൈറ്റ്സിൻ്റെ ടോഗിൾസ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്, വൈപ്പേഴ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്. ഇപ്പുറത്തായിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ്സിൻ്റെ ടോഗിൾസ് വരുന്നത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി സീംസ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ നമ്മൾ ഡോർ പാനൽസിൻ്റെ ഇവിടെ നോക്കുന്നത്, ഇവിടെ ഒരു ലെതർ എലമെൻറ്റ് വരുന്നുണ്ട്, പക്ഷേ കണ്ട ഒരു പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇത് റിയലി ലെതറാണ്. ഇവിടെ തന്നെ വിൻഡോ കൺട്രോൾസ്, ഓറിംഗ് കൺട്രോൾസ് എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. ഓറിയൻസ് ഇപ്പോൾ ആക്സസ് ആയിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ പറയുകയാണെങ്കിൽ ഇവിടെ AC വെൻസ് വരുന്നുണ്ട്, നോർമൽ AC വെൻസ് ആണ്. ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് ആണ് വരുന്നത്, ഓട്ടോ AC ആണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജർ വരുന്നുണ്ട്, 2 Type C പോർട്സ് വരുന്നുണ്ട് കണക്ടിവിറ്റിക്കും ചാർജിങ്ങിനും. ഇവിടെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഈ കാണുന്നതാണ് 7 സ്റ്റെപ്പ് ഡുവൽ ക്ലച്ച് അല്ലെങ്കിൽ ഡയറക്ട് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ചസ് കാണാം. ഇവിടെ തന്നെ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാം. ഈ കാണുന്നതാണ് കീ, Volkswagen Virtusൻ്റെ നോർമൽ സ്റ്റാൻഡേർഡ് കീ ആണ്, ഒരു ഫ്ലിപ്പ് കീ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ലോക്കും അൺലോക്കിൻ്റെയും പിന്നെ ബൂട്ട് റിലീസിൻ്റെ സ്വിച്ചസ് ഉണ്ട്. ഇവിടെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് നോർമലാണ് വരുന്നത്. ഫോർ മീ ഇറ്റ്സ് പെർഫെക്റ്റ്, കാരണം ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നോർമൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം ഡീപ്പാണ് വരുന്നത്. ഗ്ലോ ബോക്സിൽ ആംബ്രസ്റ്റിൻ്റെ താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ആംബ്രസ്റ്റാണ് ലെതർ ഫിനിഷിലാണ് വരുന്നത്. ലെതർ ഫിനിഷിൻ്റെ കാര്യം പറയാൻ, സീറ്റ്സും ലെതറേറ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കംഫർട്ടബിൾ ആണ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ ഗ്ലോ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം ഡീപ്പാണ്, കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഡേ നൈറ്റ് IREMs ഓഫർ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് റീഡിംഗ് ലാംപ്സ് LED ആണ് വരുന്നത്. സൺറൂഫും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടി ജസ്റ്റ് സൺറൂഫ് ആക്സസ് ചെയ്യാം. സൺറൂഫും ഈ വാഹനത്ത് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്ത് സേഫ്റ്റി ഫീച്ചറായിട്ട് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ അല്ലാതെ ഹിൽ കൺട്രോളൊക്കെ ഹിൽ ഹോൾഡ് കൺട്രോൾസ് എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട്. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആണ്. 6 എയർ ബാഗ്സ് ബേസ് മോഡലിൽ നിന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു കോപ്പിറ്റ് വീഡിയോ എന്ന് പറയുന്നത് Volkswagen Virtusൻ്റെ. If you like this video, please like, share and subscribe to my channel. Showroom details ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ്സിനും ബുക്കിംഗ്സിനും എല്ലാം ടെസ്റ്റ് ഡ്രൈവ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.